ഞാൻ ഈ ഒരുങ്ങി ചുന്ദരിയായിട്ട് പോകുന്നത് ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും പോകുന്നത് ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോഴാണോ ഓണം സെലിബ്രേഷൻ എന്ന്. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ചിങ്ങമാസം ഞങ്ങളെ കെട്ടിയവന്മാരെ കൈ കിട്ടത്തേയില്ല. കന്നിമാസം അടുക്കാറാകുമ്പോഴാണ് അവർ ഫ്രീ ആകുന്നത്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനൊക്കെ തപ്പി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടും. അതാണ് ഇതാ ഈ സൈറ്റ്. ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സത്യം പറയാലോ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കണം, സൂപ്പറാണ്. നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ്. കൂടാതെ പിള്ളേരാരും മറിഞ്ഞു വീണ പേടിക്കുകയും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സേഫായിരുന്നു. പിന്നെ കൂടാതെ ഒരു കിച്ചൺ, 2 ബെഡ്റൂംസ്, പിന്നെ അകത്ത് ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് ഗെയിം കളിക്കാനുള്ള ആവശ്യത്തിലേറെ സ്പേസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. റൂംസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എക്സ്ട്രാ നമുക്ക് റൂം വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പിന്നെ ഞങ്ങൾ 8 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ 2 റൂം തന്നെ ധാരാളം. പിന്നെ പുറത്ത് ഇത്രയും വ്യൂ ഉണ്ട്, അതായിരുന്നു ഏറ്റവും സൂപ്പർ. പിന്നെ ഇത്രയും സ്പേസ് തന്നെ ധാരാളമായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി ആരംഭിച്ചിരിക്കുകയാണ്. പാറു ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചു. വേറൊന്നും കൊണ്ടല്ല, ദീശുവായിട്ടുള്ള ഡ്യൂട്ടീസ് അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പാറുവാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നത്, അത്തം മേക്കിങ് അങ്ങനത്തെയൊക്കെയുള്ള. അപ്പോഴാണ് നമ്മുടെ വിനീത ചേച്ചിയും അരുൺ കിഷോർ ഏട്ടനും വന്നത്. അങ്ങനെ ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്കും കുറച്ച് ഡ്യൂട്ടി കൊടുത്തു. ഞങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഓരോ ടീം അംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഡാനീസ് ടീം എത്തിയിരിക്കുകയാണ്. ഡാനീസ് ഇത് ആരംഭിച്ചിരിക്കുന്നു. സോണി ചേച്ചിക്ക് ഡ്യൂട്ടിയും തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അത്തപ്പൂക്കളം ആരംഭിച്ചിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് വരികയാണ്. പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എങ്ങോട്ട് വാരി എറിയണമെന്ന്. അതിൻ്റെ ഇടയിൽ കരീമും എത്തി. അവനെ ഇതിൻ്റെ അകത്ത് പിടിച്ചിരുത്തി. അവനും വേണ്ട കുറച്ച് ഡ്യൂട്ടീസ്. ഞങ്ങളിൽ രാവിലെ അവൻ തുടക്കം ഇട്ടത്, ബാക്കി അവൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഓരോ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുമുണ്ട്. അങ്ങനെ പാറുവും കരീമും എല്ലാവരും അവരവരുടെ ഐഡിയയിൽ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് മേൽനോട്ടം വഹിച്ചുകൊണ്ടുമിരിക്കുന്നു. അങ്ങനെ പാറിൻ്റെ ഡ്യൂട്ടി എല്ലാം തീർത്ത് ഒരുങ്ങാനായിട്ട് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് പട്ടി ഷോ കാണിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം നോക്കി നിന്ന് ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ അത്തം പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ അത്തമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവരുള്ള പൂവൊക്കെ വെച്ച് എന്തായാലും സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിപ്പിയും രൂപേഷും, അതായത് യുവമിഥുനങ്ങൾ എത്തിയിരിക്കുകയാണ്. അവരെവിടെയോ എന്തോ പോകണമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഗെയിംസ് വേണോ അതോ ഫോട്ടോഷൂട്ടിലേക്ക് പോകണോ എന്നുള്ള ചിന്തയിലായിരുന്നു. ആദ്യം തന്നെ ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ദാ ഈ പിള്ളേരെ കണ്ടോ, ഇവറ്റകൾ ഇപ്പോഴേ തന്നെ അവിടെ കരിയും കറിയും വെപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പ്ലാൻ ചെയ്തു നമുക്ക് തിരുവാതിര കളിയായാലും എന്തായാലും ഓണം സെലിബ്രേഷൻ, അപ്പോൾ ഒരു തിരുവാതിര കളിയിലൂടെ ആരംഭിക്കാമെന്ന് വെച്ചു. ഒരു പൊട്ടൻ തിരുവാതിരകളി എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒപ്പിച്ചിട്ട് അവസാനം ഞങ്ങൾ ഫോട്ടോഷൂട്ടിലേക്ക് പോയി. എല്ലാവരും ബാക്ക് സൈഡിലേക്ക് വരാൻ പറഞ്ഞു, നമ്മുടെ കായൽ വാരത്തേക്ക്. എന്തിനാ, നമ്മുടെ ഹെലിക്യാം ഷോട്ടിലേക്ക് വേണ്ടി. അങ്ങനെ എല്ലാത്തിനെയും വിളിച്ചു വരുത്തുവാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അച്ഛനും അമ്മലും എത്തിയിരിക്കുന്നത്. അവരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആകെ എല്ലാവരും സന്തോഷത്തിലാണ്. ഓരോരുത്തർ പല വഴിക്കാണ് പോകുന്നത്. എല്ലാവരെയും ജോയിൻ ചെയ്ത് വേണം നമുക്ക് ഈ ഹെലിക്യാം ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എവിടെയായാലും അങ്ങനെയാണല്ലോ, ഒരാളെത്തുമ്പോൾ ഒരാളെ കാണില്ല. അങ്ങനെ പലരും പല ഡ്യൂട്ടിയിലായതുകൊണ്ട് നമ്മളെല്ലാവരും ജോയിൻ ചെയ്യിക്കുക എന്നുള്ളത് ഒരു മെനക്കെട്ട പരിപാടിയാണ്. അങ്ങനെ 1-2 പേര് പിടിച്ചു നിർത്തുമ്പോൾ 2-3 പേര് വേറെ എന്തെങ്കിലും പരിപാടിക്കൂ. അങ്ങനെ ഏകദേശം എല്ലാവരെയും കൈ കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഹെലിക്യാം ഷോട്ട് എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ ഫോട്ടോഷൂട്ടിലോട്ട് പോവുകയാണ്. പല തരത്തിലുള്ള ഫോട്ടോ എടുപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ ഈ പൂവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചുള്ള ഫോട്ടോ എടുപ്പ് സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ആ അത്തം ഞങ്ങൾ കുളമാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു നിന്നാണ് എടുക്കുന്നത്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ല, ക്ലൈമറ്റ് ഓക്കെ ആയിപ്പോയി. ഇങ്ങനെ നിന്നതുകൊണ്ട് വളരെ വെയിലും ഇല്ല, ഒരുവിധം ഞങ്ങൾ സ്യൂട്ടായി പോവുകയും ചെയ്തു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗെയിമിലേക്ക് പ്ലാൻ ചെയ്തപ്പോൾ കസേരകളെയാണ്. അപ്പോൾ ദാ വന്നു മഴ. അങ്ങനെ എല്ലാം പറക്കി കെട്ടി അകത്തോട്ടാക്കി എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിച്ചു. ആ കൊച്ചു കുട്ടിയായിട്ട് നിൽക്കുന്ന കണ്ണൻ ചേട്ടനാണ് കസേരകളിയുടെ വിന്നർ.
അപ്പോഴേക്കും തന്നെ നല്ല വിശപ്പായി. കാരണം നല്ല മണമാണ് ഇവരുടെ ഫുഡിന്. ഞങ്ങൾ 2-3 വർഷമായി ഇവരിൽ നിന്നാണ് ഫുഡൊക്കെ വാങ്ങുന്നത്. അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആദ്യം ലേഡീസ് ഫസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് അവർ ആദ്യം വിളമ്പിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ തൊടുകറികളെല്ലാം വിളമ്പി. കൂടാതെ ചോറ്, പരിപ്പ്, പപ്പടം, അതിനോടൊപ്പം ഞങ്ങൾ കുറച്ച് ചിക്കൻ പെരട്ടും കൂടെ പറഞ്ഞു കേട്ടോ. കാരണം ഓണത്തിന് സദ്യ കൊണ്ട് മടുത്തതാണ്. പിന്നെ ഞങ്ങൾ എന്തായാലും ഓണം സെലിബ്രേഷൻ ആകുമ്പോൾ സദ്യ തന്നെയാണല്ലോ. അതിനോടൊപ്പം ഞങ്ങൾ പിന്നെ ചിക്കൻ പെരട്ടും കൂടെ വാങ്ങി. അങ്ങനെ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. കാരണം നല്ല വിശപ്പായി. കാരണം 1-1.5 ആയി കാണും. ഇത് സോണി ചേച്ചിയുടെ കുഴപ്പമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഇവർ രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ വാശിയിലായിരുന്നു. സദ്യ പകുതിയാവുമ്പോഴത്തേക്കും ഈ ശർക്കര ഉരുട്ടിയും ചിപ്സും തീരുമെന്നാണ് തോന്നുന്നത്. അടുത്തോട്ട് ഇങ്ങനെ അടുത്തോട്ട് അയാൾ ഉരുളായിക്കൊണ്ടിരാൻ പറയാൻ പോവാ. സദ്യ കൊണ്ട് എൻ്റെ ക്ഷീണമൊന്നും തീർക്കാൻ ഞങ്ങൾ നിന്നില്ല. അപ്പോഴേക്കും ഗെയിംസ് ആരംഭിച്ചു. ഇത് വേറൊന്നുമല്ല, മുട്ടായി പറക്കലാണ്. പിള്ളേരുടെ കളിയാണ്. എങ്കിലും ഞങ്ങളും ഒരു പിള്ളേരായി മാറി കേട്ടോ. അങ്ങനെ ഇതിൽ വിൻ ചെയ്തത് എനിക്ക് തോന്നുന്നു വിഷി ചേച്ചിയോ ചിപ്പിയോ ആരാണ്. ഞാനും പാറും സോണി ചേച്ചിയും അല്ല. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാം പറക്കിക്കൊണ്ടുപോയി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഈ സെക്ഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആകെ കിട്ടിയത് 4 എണ്ണം, ചേച്ചിക്ക് കിട്ടിയത് 6-7 എണ്ണം കണ്ടായിരുന്നു. പാറുവിന് ആകെ 2 എണ്ണം കിട്ടിയ സന്തോഷത്തിലാണ് പാറു ഈ പോണത്. അവരവരെ കൗണ്ട് അവർ ഓർമ്മയാണ്. 5, 6, 7 സോണിയുടെ പറയണ 7. നെക്സ്റ്റ് ഗെയിം പണ്ട് പുരാതനമായിട്ടുള്ള നമ്മുടെ ലെമൺ ആൻഡ് സ്പൂണാണ്. ലെമൺ ആൻഡ് സ്പൂണില്ലാതെ എന്താ ഓണാഘോഷം. അതിൽ നമ്മൾ സ്നാപ്പ് കണ്ണൻ ചേട്ടനാണ് വിന്നായിരിക്കുന്നത്. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണ എന്തായാലും നമ്മൾ വിചാരിച്ചു കുറച്ച് ഗെയിംസൊക്കെ മാറ്റിയാലോ. ലെമൺ ആൻഡ് സ്പൂണൊക്കെ പഴയതാണ്. സൂചി, നൂല് കുരുപ്പ് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ലെമൺ ആൻഡ് സ്പൂൺ ഞങ്ങൾ കളിച്ചു. പിന്നെ വെറൈറ്റി ഒരു ഗെയിം എന്ന് വെച്ചാൽ സ്ട്രോയും കപ്പും യൂസ് ചെയ്ത് കപ്പിൾസ് ഗെയിംസ് കളിക്കുകയാണ്. ഒരാൾ അവിടെ നിന്നും ഗ്ലാസ് എടുത്തുകൊണ്ട് വരും, അടുത്ത ആൾക്കത് ഷെയർ ചെയ്യും, ആ ആൾ ഈ ടേബിളിൽ കൊണ്ട് വെക്കും. അതാണ് ഗെയിം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കുറച്ച് റിസ്ക്കാണ്. പോരാത്തതിന് ഈ കപ്പ് കയറണമെങ്കിൽ കുറച്ച് ഇരിക്കുകയും വേണം. അങ്ങനെ സോണി ചേച്ചി, രഞ്ജിത്തേട്ടനും വിഷി ചേച്ചിയും കണ്ണൻ ചേട്ടനുമാണ് ഈ ഗെയിം കളിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൽ വിന്നായിരിക്കുന്നത് രഞ്ജിത്തേട്ടനും സോണി ചേച്ചിയായിരുന്നു ഈ ഇതിൽ. നെക്സ്റ്റ് ടൈം ഞങ്ങൾ കപ്പിൾസ് കയറിയായിരുന്നു. അപ്പം ഞങ്ങളാന്ന് തോന്നുന്നു വിൻ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇത് നല്ല ഒരു ഗെയിമാണ് കേട്ടോ. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. സത്യം പറയാലോ, ഞങ്ങൾ ഇത്രയും ഗെയിംസ് കളിച്ചതിൽ ഏറ്റവും കൂടുതൽ ബിഗ് ടാസ്ക് ആണുങ്ങൾക്ക് കൊടുത്തത് ഈ ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സാരി ഉടുക്കുക എന്നുള്ളത്. പല രീതിയിൽ നോക്കുന്നുണ്ട്. കണ്ണൻ ചേട്ടൻ സാരി എടുത്ത് വെച്ച് അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. കരീബിന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അരുൺ കിഷോറേട്ടൻ ആകെ വലഞ്ഞിരിക്കുകയാണ്, മൊത്തത്തിലെടുത്ത് ചുറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇവരെല്ലാം ഫോട്ടോഗ്രാഫേഴ്സാണ്. ഡെയിലി സാരി ഉടുത്ത ലേഡീസിനെ കാണുന്നവരാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നമ്മുടെ വാക്കൊക്കെ നടത്തുകയാണ്. റാം വാക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു പൊക്കിൾ കണ്ടാലേ ഞങ്ങൾ പ്രൈസ് തരത്തുള്ളൂ. അതിനുള്ള ചിരിയും അട്ടഹാസവും ഒക്കെയാണ്. എല്ലാ ആണുങ്ങളും സാരി ഉടുപ്പിച്ചു കേട്ടോ. അടുത്തത് അഭിപ്രായം പറഞ്ഞവർക്കുള്ള അടുത്ത ടാസ്ക്കാണ്. അതാ കിടക്കുന്നു. അവരും തുടങ്ങിയിരിക്കുകയാണ്. 3 പേരൂടെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ബ്ലൗസ് ഇരിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. രഞ്ജിത്തേട്ടൻ മട്ടിലാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ റാമ്പ് ആക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക രസമുണ്ട്. പൊക്കിളൊക്കെ കാണിച്ചാണ് അടുത്ത ആളുകളും എത്തിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യം പറയാനുള്ള രഞ്ജിത്തേട്ടനാണ് കറക്റ്റായിട്ട് സൂട്ടായത്. ആ ഹെയറും ആ വയറും നോക്കിക്കേ, നല്ല ചുന്ദരിയായിട്ടുണ്ട് കേട്ടോ രഞ്ജിത്തേട്ടൻ. അങ്ങനെ ഞങ്ങളുടെ ചുന്ദരിമാരുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
ഞങ്ങളുടെ കലാശക്കൊട്ട് എന്നോണം ഞങ്ങൾ എവിടെ പോലും കളിക്കുന്നൊരു ഗെയിമാണ് സാറ്റ് കളി. അങ്ങനെ അതാണ് ലാസ്റ്റ് ഞങ്ങളുടെ ഗെയിം. അങ്ങനെ അതും പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ സമ്മാനദാന ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. 8-8:30 ആകുമ്പോൾ ഞങ്ങൾക്ക് റിസോർട്ട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ 12 മണിയിലൊന്നും ഇറങ്ങത്തില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ഓരോ ആളുകൾക്ക് ആദ്യമാണ് ദേവിക്ക് സമ്മാനം കൊടുത്തത്. അങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, അങ്ങനെ സെക്കൻഡ് പ്രൈസ് ആയിട്ടൊന്നുമില്ല കേട്ടോ, ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും അവരവരുടെ ഗിഫ്റ്റുകളൊക്കെ വന്ന് വാങ്ങിയാണ്. നന്ദു ഇതിനിടയിൽ ഗിഫ്റ്റൊക്കെ കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ ഗിഫ്റ്റ്. പിന്നെ ലാസ്റ്റ് കിട്ടാത്തവർക്ക് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എല്ലാം കൊടുത്ത് എല്ലാവരും സന്തോഷകരമായിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ രഞ്ജിത്തേട്ടനാണ് ഇടയ്ക്ക് വെച്ച് എല്ലാവർക്കും കൊടുത്തത്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയ ഒരു സമ്മാനം എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രോയും കപ്പുമായിട്ടുള്ള ഗെയിമിന് ഞങ്ങളായിരുന്നു ഫൈനൽ വന്നത്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി. ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയത് വേറെ ആർക്കുമല്ല, നമ്മുടെ കരീമിനാണ്. അങ്ങനെ സമ്മാനമെല്ലാം കിട്ടി. എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രാവിലെ വന്നതും പോയതുമായ എല്ലാ ചർച്ചകളും ഇവിടെ വെച്ച് പറഞ്ഞ് തീർത്തിട്ട് ഞങ്ങൾ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.